ഹലോ ഫ്രണ്ട്സ്, അതിരമ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള വഴിയിലേക്ക് കയറി. നമ്മൾ ചുറ്റും നിബിഡമായ വനാണ്. നമുക്കെന്നാൽ കാടെല്ലാം കണ്ട് ആസ്വദിച്ചങ്ങ് പോകാം. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ ഒരു ട്രിപ്പ് പോയതാണ്. കാടിനുള്ളിലൂടെ ആണെങ്കിലും വളരെ സന്തോഷമായിട്ട് തന്നെയാണത് പോകാൻ പറ്റിയത്. നിങ്ങളും ആ സന്തോഷത്തിൽ ഈ വനത്തിലൂടെ നമുക്ക് ഒന്നിച്ചു പോകാം. വണ്ടിയിലിരുന്ന് ഒരു പേഴ്സണലായിട്ട് കുറേ കലബല എന്ന് പറയുന്ന കാരണം ചിലപ്പോൾ നമുക്ക് സൈലൻ്റായിട്ട് പോകേണ്ടി വരും. ഇങ്ങനെ യാത്രകളെല്ലാം പോയിട്ടുള്ളവർക്ക് ഒന്നുകൂടെ ഓർമ്മിച്ചെടുക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. പ്രകൃതി സൗന്ദര്യം എത്ര കണ്ടാലും നമുക്കത് ഒരു ബോറടിക്കില്ല, മതിയാവില്ലാത്ത ഒരവസ്ഥയാണ്. എന്നും ചേഞ്ചായിട്ട് കാണാവുന്ന ഒരു സൗന്ദര്യമാണ് പ്രകൃതിയിൽ. പിന്നെ പെട്ടെന്ന് വന്യജീവികൾ ആരെങ്കിലും മുമ്പിൽ ചാടുമോ എന്നുള്ളൊരു പേടിയൊക്കെ മനസ്സിലുണ്ടാവും. ഇതിനു മുമ്പ് പോയവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ മുമ്പിൽ അങ്ങനെയൊന്നും കാഴ്ചപ്പെട്ടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു യാത്രയായിരുന്നു. കാട് വളരെ സുന്ദരിയായി തന്നെ നമ്മുടെ മുമ്പിൽ നിലകൊണ്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു മലയിൽ കയറി പിന്നെ ഒരു മലയിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ വളരെ കുറേ വളവും തിരിവും കുറേ ഉണ്ട്. എത്ര മല കയറി ഇറങ്ങി, എത്ര മലയുടെ ടോപ്പിൽ കയറി എന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര നമ്മളങ്ങനെ പോയി. പറ്റുന്ന ആന, കഴിക്കാൻ പറ്റുന്ന ആന. നമ്മുടെ ഫ്രണ്ടിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. കഴിക്കാൻ പറ്റുന്ന ആനയുടെ പേര് പറയാൻ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളും കൂടെ കണ്ടുപിടിച്ചോളൂ കേട്ടോ. എന്താ അഴിച്ചു നോക്കൂ. സ്നാക്ക് ബ്രേക്ക്. ഇതാണ് ഷോളയാർ പെരുംകാട്. താഴത്തേക്ക് നോക്കിയൊന്നും കാണുന്നില്ല. നമ്മൾ വരുന്ന വഴി ഇടയ്ക്ക് ഒരെണ്ണം കാണുന്നുണ്ട്, അത്രയും. നേരിട്ട് കണ്ടാൽ കണ്ണ് ചിമ്മി പോവും പേടിച്ചിട്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ റോഡ് ഷോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക? പ്രകൃതി എത്ര സുന്ദരിയാണ് അല്ലേ? എത്ര കണ്ടാലും ഇതിങ്ങനെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് കാണണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ കുറച്ച് സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലവിലക്കറൊക്കെ കുറച്ച് നേരത്തേക്ക് ഉറക്കമായി. അതിന് വളരെ സൈലൻസാണ്. മലക്കപ്പാറ സ്റ്റേഷൻ അടുത്താണ്. എപ്പോഴും ഈ കാടുകളിങ്ങനെ കുറേ എടുക്കണത് എന്തിനാണെന്ന് ഞാനും വിചാരിച്ചു. ഇത് തന്നെയല്ലേ കാട് നേരത്തെ എടുത്തത്, മലയും കാടും. പക്ഷെ എത്ര കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇതെടുക്കാണ്ട് പോകണ്ട, ഇതെടുക്കാതെ പോകണ്ട എന്ന് മനസ്സിലിങ്ങനെ പറയും. പിന്നെ കാടാണ്, ഏത് നേരം ആന ചാടുക പുലി ചാടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നോക്കിക്കൊള്ളൂട്ടെ, ഏതെങ്കിലും മൂലയ്ക്ക് ആന നിൽപ്പുണ്ടോ? ഞാൻ കണ്ടില്ല. നമ്മൾ
പിന്നെ നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ ആനയുണ്ടോ പുലിയുണ്ടോ. ഈ കാടിൻ്റെ വരവേൽപ്പ് തീർന്നു. ഇതാ സുന്ദരമായ തേയിലത്തോട്ടങ്ങൾ എന്ത് ഡിസൈൻ ചെയ്തിരിക്കണേന്ന് അറിയാമോ. എവിടെ ഡാം നോക്ക്. നോക്ക് ഡാം. ഷോളയാർ ഡാം, അതിനോടനുബന്ധിച്ച് ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. നമുക്ക് നിന്ന് കാണാൻ സമയമില്ല. വലിയ മഴയൊന്നും ഇല്ലെങ്കിലും ഡാമിൽ നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. മല കയറി നമ്മളിപ്പോൾ ആകാശവും നമ്മൾ മാത്രമായി. ഏതോ ഒരു ചെക്ക് പോസ്റ്റിൽ കണ്ട കാഴ്ചയാണിത്. പിന്നെ വാൽപ്പാറയിലധികം സ്റ്റേ കൊടുക്കാതെ നമ്മൾ മറയൂരുള്ള നമ്മളുടെ റിസോർട്ടിലേക്ക് എത്തി. ഇനി മുരുകൻ പാറയിലേക്കുള്ള യാത്ര കാണണ്ടേ. കണ്ടാൽ നിങ്ങൾക്കും ഒന്ന് പോകണമെന്ന് തോന്നും.